ചരിത്രപ്രസിദ്ധമായ മണ്ണാർക്കാട് ഉദയർകുന്ന് ഭഗവതി ക്ഷേത്ര പൂരം മാർച്ച് 7 മുതൽ 14 വരെ ആഘോഷിക്കും. നാടുവഴിയായ മൂപ്പിൽ നായരുടെ ആതിഥേയ മനോഭാവത്തിന്റെ സാംസ്കാരിക പിന്തുടർച്ചയായാണ് മണ്ണാർക്കാട് പൂരമെന്ന് പൂരകമ്മിറ്റി പ്രസിഡന്റ് കെ.സി. സച്ചിദാനന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അട്ടപ്പാടി മേഖലയിലെ ആദിവാസി സമൂഹത്തെയും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാപാരത്തിനായി വന്നവരുൾപ്പെടെ ചേർത്ത് നിർത്തി ആഘോഷിക്കുന്ന മണ്ണാർക്കാട് പൂരത്തിന്റെ മാത്രം പ്രത്യേകതയാണ് കുന്തിപ്പുഴ ആറാട്ടുകടവിലെ കഞ്ഞിപ്പാർച്ച. അരക്കുറിശി തറവാട് നടത്തിയിരുന്ന പൂരം ജനകീയ സമിതി ഏറ്റെടുത്തിട്ടും ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ല. ജനകീയ വേലിയായി മണ്ണാർക്കാട് പൂരം മാറിയതോടെ പ്രദേശത്തെ പ്രമുഖരെ ആദരിച്ചു വരുന്നുണ്ട്. പൂരക്കമ്മിറ്റി ഏർപ്പെടുത്തിയ വാദ്യപ്രവീണ പുരസ്കാരം ചെറുശ്ശേരി കുട്ടന്മാരാർക്ക് സമ്മാനിക്കും. 20,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് വാദ്യപ്രവീണ പുരസ്കാരം. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും കെ.സി. സച്ചിദാനന്ദൻ പറഞ്ഞു. മലബാർ ഭാഗത്തെ ഏറ്റവും പ്രശസ്തവും നൂറ്റാണ്ടുകളുടെ പഴക്കവുമുള്ള ഒരു പ്രധാന പൂരമാണ് മണ്ണാർക്കാട് പൂരം. പഴയ വല്ലുവ കോനാതിരിയുടെ സാമന്ത പ്രഭുക്കന്മാരായിരുന്ന മണ്ണാർക്കാട് മൂപ്പിൽ നായർ നേരിട്ട് നടത്തിയിരുന്ന ഈ പൂരം 1980 ശേഷം തുടർച്ചയായി മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റിയാണ് നടത്തിവരുന്നത്. ആചാര അനുഷ്ഠാനങ്ങളെ കൊണ്ടും മറ്റു പല കാരണങ്ങളെ കൊണ്ടും മറ്റു പൂരങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ മണ്ണാർക്കാട് പൂരത്തിന് അതിൻ്റെ ഏറ്റവും സവിശേഷമായ പ്രാധാന്യം അട്ടപ്പാടി ഭാഗത്തുള്ള ഗോത്രവർഗ സമൂഹത്തിൻ്റെ തനത് പൂരമായിട്ടാണ് മണ്ണാർക്കാട് പൂരത്തെ കണക്കാക്കിയിട്ടുള്ളത്. ഗോത്ര സമൂഹത്തിൻ്റെ കുലദേവതയായ അരകുറിശി അമ്മയ്ക്ക് അവർ പ്രത്യേകം അവരുടേതായ നിവേദ്യങ്ങളും വഴിപാടുകളും ഇന്നും തുടർന്നു വരുന്നുണ്ട്. അങ്ങനെ വളരെയധികം പ്രാധാന്യമുള്ള ആചാരങ്ങളെ കൊണ്ടും പഴമകളെ കൊണ്ടുമെല്ലാം പഴയ സംസ്കാരത്തിൻ്റെ ഓർമ്മകൾ ഉയർന്ന ഈ പൂരം ഈ വർഷം മാർച്ച് 7 മുതൽ 14 കൂടിയാണ് ആഘോഷിക്കപ്പെടുന്നത്. ജനറൽ സെക്രട്ടറി എം പുരുഷോത്തമൻ, ട്രഷറർ പി.കെ. മോഹൻദാസ്, പി. ഗോപാലകൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.